ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ബാംഗ്ലൂർ വന്നിട്ട് സെക്കൻഡ് ഡേ ആണ്. രാവിലെ കുളിച്ച് ഫ്രഷായി പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇന്നലെ ബാംഗ്ലൂർ മാക്സിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേടിച്ച ഡ്രസ്സാണ് കേട്ടോ. നല്ല ഭംഗിയുടെ കാണാനായിട്ട്. ഈ ഡയറക്റ്റ് സൂര്യൻ കണ്ണിലടിക്കണം, കാരണം കണ്ണ് ശരിക്കും തുറക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇന്ന് സെക്കൻഡ് ഡേ ആണ്. നമ്മൾ ഇന്ന് റിട്ടേൺ തിരിച്ച് നാട്ടിലേക്ക് പോകും. രാത്രിയാണ് നമ്മുടെ ബസ് ഉള്ളത്. ഇന്ന് നമ്മൾ പോണത് ബാംഗ്ലൂർ പാലസിലേക്കാണ്. അതുപോലെ തന്നെ കുറച്ച് സ്ട്രീറ്റ് ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നലെ നമ്മൾ ജയനഗർ മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഒന്നെങ്കിൽ ചിക്പേട്ട ആയിരിക്കും, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് ആയിരിക്കും. യെസ്, നോക്കാം നമുക്ക് എവിടെ പോകുന്നത്. ഫസ്റ്റ് എന്തായാലും നമ്മൾ ബാംഗ്ലൂർ പാലസിലേക്കായിരിക്കും കേട്ടോ പോവുക. ഈ ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല കംഫർട്ടാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് വെയർ ചെയ്യാനായിട്ട്. പിന്നെ നല്ല ലൂസ് ഉണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഭയങ്കര ലൂസുള്ള ഡ്രസ്സാണ് കൂടുതൽ വെയർ ചെയ്യുക. അത് കാരണം തന്നെ ഭയങ്കര കംഫർട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് താഴെ പോകട്ടെ. ഞാൻ ടെറസിലേക്ക് വന്നതാണ് ബിൽഡിങ്ങൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഔട്ട്ഫിറ്റ് ചെക്ക് നോക്കാം. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ ഇന്നലെ മാക്സിൽ പോയപ്പോൾ മേടിച്ചതാണ്. എനിക്ക് കൃഷ്ണേട്ടൻ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. രണ്ട് സൈഡ് പോക്കറ്റൊക്കെ വരുന്നുണ്ട്. സ്ലീവ് അറ്റാച്ച്ഡ് ആണ്, കുഞ്ഞ് സ്ലീവാണ് കേട്ടോ. അതുപോലെ തന്നെ ഭയങ്കര കംഫർട്ടാണ്, നല്ല ലൂസാണ്, വെയർ ചെയ്യാൻ അടിപൊളിയാണ്. ഞാൻ അതിൻ്റെ കൂടെ ഒരു വൈറ്റ് ചെരുപ്പാണ് ഇട്ടേക്കുന്നത്. നല്ല മാച്ച് ഉണ്ടല്ലേ. ഞാൻ വേറൊരു ഉടുപ്പൂണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മൾ മാർക്കറ്റിലേക്കും പാലസിലേക്കൊക്കെ പോകണം. അപ്പോൾ അതിനോട് മാച്ചായി പോവില്ല തോന്നി ആ ഡ്രസ്സ്. അപ്പോൾ നമ്മൾ ഈ പുതിയ ഡ്രസ്സ് വെയർ ചെയ്തു. പിന്നെ ജ്വല്ലറീസ് ഞാൻ പെയർ ചെയ്തേക്കുന്നത് എന്തെല്ലാം ഗോൾഡ് കളറിലുള്ള ജ്വല്ലറീസ് ആണ്. ഈ ഒരു ബാങ്കിൾ ഇത് എവിടെ നിന്നാണ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ തൃശ്ശൂരിൽ നിന്ന് മേടിച്ചതാണ്. തൃശ്ശൂർ ഗുഡ് വിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 120 സംതിങ് അങ്ങനെയാണ് കേട്ടോ. യെസ്, പിന്നെ വാച്ച് ഇട്ടിട്ടുണ്ട്, പിന്നെ ഹൂപ്സ്, ഇത്രയേ ഉള്ളൂ. നല്ല കാറ്റുണ്ട്, നല്ല കാറ്റും നല്ല തണുത്ത കാറ്റാണ് കേട്ടോ. നല്ല സുഖം. ഓക്കെ, അപ്പോൾ നമുക്ക് താഴെ പോകാം കേട്ടോ. ഞാൻ ടെറസിലാണ് നിൽക്കുന്നത്. ഭയങ്കര കാറ്റ്. താഴെ പോവാം. ഞാൻ എന്താ താഴത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ എല്ലാവരും ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ 4 ആളാണ് കേട്ടോ പോണത്. 5 ആളാണ് കേട്ടോ പോണത്. ഞാനും അച്ഛനും അമ്മയും അതുപോലെ തന്നെ കൃഷ്ണേട്ടനും ദിൽനേച്ചിയാണ് കേട്ടോ പോണത്. ആര്യനും ആദ്യമൊന്നും വന്നില്ല, അവർക്ക് കോളേജും ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളാണ് പോണത് കേട്ടോ. അപ്പം അച്ഛനാണെങ്കിൽ ഇന്ന് മുണ്ടൊക്കെ എടുത്തിട്ടാണ് കേട്ടോ. ഞാൻ ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരാളെ പോലും മുണ്ടെടുത്ത് കണ്ടില്ല കേട്ടോ. എല്ലാവരും പാൻറ്റാണ് ഇട്ടേക്കുന്നത്. ബാംഗ്ലൂർ മുണ്ടെടുക്കൽ കുറവാണ് തോന്നുന്നു. എനിക്കറിയില്ല, എന്തായാലും ഞാൻ കണ്ടില്ല കേട്ടോ. ആരും അച്ഛനെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. പിന്നെ അച്ഛനെ എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ ലിഫ്റ്റിലൊക്കെ കയറി താഴെ ഇറങ്ങി. കാറിലാണ് കേട്ടോ പോണത്. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പാലസിലേക്ക് പോകാമെന്നല്ലേ. ഒരു 2 hours നമുക്ക് ട്രാഫിക്കൊക്കെ കിട്ടിയിട്ടാണ് നമ്മൾ പാലസിൻ്റെ ഗേറ്റിൻ്റെ അവിടെ എത്തിയത്. അപ്പോഴാണ് നമ്മളൊരു കാര്യം അറിഞ്ഞത്, പാലസ് മൺഡേ ക്ലോസ്ഡ് ആണെന്നൊരു വലിയ ബോർഡ് വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല കേട്ടോ. പക്ഷെ പാലസ് മൺഡേ ക്ലോസ്ഡ് ആയിരുന്നു. നമ്മളാണെങ്കിൽ 2 hours ട്രാഫിക്കിലൊക്കെ പെട്ട് അവിടെ എത്തിയപ്പോഴാണ് ഈ ഒരു കാര്യം അറിഞ്ഞത്. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, അവിടെ നേരെ പോയി നമ്മൾ ചിക്പേട്ട് മാർക്കറ്റിലേക്കാണ് കേട്ടോ. എനിക്ക് പിന്നെ മാർക്കറ്റിൽ അല്ലെങ്കിൽ സ്ട്രീറ്റിലൊക്കെ ഇങ്ങനെ ഷോപ്പിംഗ് ചെയ്യാനാണ് ഇഷ്ടം കൂടുതൽ. സോ നമ്മൾ നേരെ ചിക്പേട്ടിലേക്ക് വിട്ടു. അപ്പോൾ ഓൺ ദ വേ ആണ് കേട്ടോ. കുറച്ചധികം നല്ല ട്രാഫിക് ഉണ്ട്, മൺഡേ ആയതുകൊണ്ട് ഓഫീസ് ടൈമൊക്കെയാണ് കേട്ടോ. നമ്മൾ മോർണിംഗ് ആണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ ഇതാ ചിക്പേട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഓരോ സെക്ഷനാണ് കേട്ടോ. നമ്മൾ ആദ്യം ഇറങ്ങിയത് ലൈറ്റ്, അതുപോലെ തന്നെ എന്താ പറയുക, ലൈറ്റിൻ്റെ സെക്ഷനിലാണ് കേട്ടോ. അതായത് ബൾബ്, ലൈറ്റ്, മാല ബൾബൊക്കെ ഇല്ലേ, നമ്മൾ ഹാങ് ചെയ്യുന്ന ലൈറ്റ്, ഡെക്കറേഷന് വേണ്ട ലൈറ്റ്, അതിൻ്റെ ഒരു സെക്ഷനിലോട്ടാണ് ഇറങ്ങിയത്. ഇവിടെ ഓരോ സെക്ഷനാണ് കേട്ടോ. അപ്പോൾ നമ്മളത് കുറച്ച് നീങ്ങിയപ്പോൾ ഇങ്ങനെ മാങ്ങ അങ്ങനെ ഉപ്പും മുളകൊക്കെ തേച്ച് കൊടുക്കണം കണ്ടു. അതുപോലെ തന്നെ അരിനെല്ലിക്ക വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റാർ പുളി ഉണ്ടായിരുന്നു. വേറെയും കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പേരക്ക ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിൽ മാങ്ങയാണ് കേട്ടോ മേടിച്ചത്. ബാക്കിയൊക്കെ എനിക്ക് തോന്നുന്നു ഈ അരിനെല്ലിക്ക ഇങ്ങനെ തുറന്ന് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളത് മേടിച്ചില്ല. മാങ്ങ പിന്നെ അവർ നമ്മുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്ത് അതുപോലെ തന്നെ ഉപ്പും മുളകൊക്കെ തേച്ച് തന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് തോന്നുന്നു ഞാൻ ബാംഗ്ലൂർ വന്നിട്ട് സ്ട്രീറ്റ് ഫുഡ് കഴിച്ചിട്ടില്ല. ഇതാണ് ആ കൂടി കഴിച്ചേക്കുന്ന ഒരു ഫുഡ് എന്ന് പറയുന്നത്. മാങ്ങ മുളകൊക്കെ തേച്ച് പിടിപ്പിച്ചത് കേട്ടോ. അച്ഛനും അമ്മയൊക്കെ സ്ട്രീറ്റ് ഫുഡ് കുറേ കഴിച്ചിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂരത്തെ കുറേ പോപ്പുലർ ആയിട്ടുള്ള സ്ട്രീറ്റ് ഫുഡ് അച്ഛനും അമ്മയും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ഈ ആകെ ഈ ഒരു മാങ്ങയാണ് കേട്ടോ കഴിച്ചത്. അച്ഛൻ ബാക്കിൽ ഇങ്ങനെ പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഞാൻ ശ്രദ്ധിച്ചു തന്നെ ഇല്ല, പിന്നെയാണ് ഞാൻ കണ്ടത് കേട്ടോ. പിന്നെ എനിക്ക് മാർക്കറ്റിൽ വന്നപ്പോൾ കുറേ ഇങ്ങനത്തെ ജ്വല്ലറിയുടെ സ്റ്റോറ് കണ്ടു കേട്ടോ. കുറേ ഉണ്ടായിരുന്നു. നമ്മൾ ആ ഒരു സെക്ഷനിൽ പോയപ്പോഴാണ് കുറേ കണ്ടത്. എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ട്. കാരണം നമ്മുടെ നാട്ടിലെ 1000 എബോവ് വരുന്ന ഹിപ്പ് ചെയിൻ ഇവിടെ വെറും 700, 750, 650 രൂപയുള്ളൂ കേട്ടോ. നാട്ടിലത്തെ റേറ്റ് അറിയാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എൻഗേജ്മെൻറ്റിന് ഞാൻ ഹിപ്പ് ചെയിൻ റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു 3 ദിവസത്തെ റെൻറ്റിനാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. റെൻറ്റ് എനിക്ക് ചാർജ് വന്നത് 3 ദിവസത്തിന് 1000 rupees ആണ് കേട്ടോ. പക്ഷെ നമുക്കിതുപോലെ ഫ്രഷ് പീസ് കിട്ടുകയാണത് വെറും 600, 650 രൂപയ്ക്കൊക്കെയാണ് കേട്ടോ. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഹിപ്പ് ചെയിനാണ്
ഏകദേശം സിമിലർ ആയിട്ടുള്ളതാണ് ഞാൻ എൻ്റെ എൻഗേജ്മെൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് വെറുമല്ല, അതൊരു 1000 റുപ്പീസിനാണ് ഞാൻ മേടിച്ചത്. അതും റെൻറ്റിനാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. തിരിച്ചു കൊടുത്തു അത്. ഇത് പക്ഷേ ഫ്രഷ് പീസ് നമുക്ക് സ്വന്തമായിട്ട് എടുക്കാം. അതും വെറും 650 രൂപ കൊടുത്തിട്ട്. എനിക്ക് നന്നായിട്ട് തോന്നിയിട്ട്. പക്ഷേ ഞാൻ ഹിപ്പ് ചെയിൻ എടുത്തില്ല. പകരം ഈ 2 വള എടുത്തു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ 2 വള. സോ അത് ഞാൻ എടുത്തു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കണ്ട നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പപ്പീനെ കണ്ടു. കഴുത്തിലിങ്ങനെ മുത്ത് മണിയൊക്കെ ഉള്ളൊരു മാല ഇട്ടിട്ടുണ്ട് കേട്ടോ, പേളിൻ്റെ. നല്ല രസമുണ്ട് കേട്ടോ. അതാണ് എല്ലാവരും പിന്നാലെ ഇങ്ങനെ നടക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ചുറ്റെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിന്നാലെ വരും കേട്ടോ. പിന്നെ നമ്മൾ ചായ കുടിക്കാനോ കോഫി കുടിക്കാനോ ഇവർ നിന്നോട്ടോ ഒരു ഷോപ്പിൽ. അപ്പോൾ കൃഷ്ണേട്ടനും അച്ഛൻ കുടിച്ചിട്ടില്ല, കൃഷ്ണേട്ടനും അമ്മയും ദിൽനേച്ചിയും ഒരു കോഫി കുടിച്ചു. ഞാനും അച്ഛനും ഇങ്ങനെ സ്ട്രീറ്റിൽ ഇങ്ങനെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് ജ്വല്ലറീസ് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് നല്ലത് കിട്ടിയില്ല കേട്ടോ. പിന്നെ നമ്മൾ ഷോർട്ട് കുർത്ത, നോർമൽ കുർത്തയൊക്കെ നോക്കി, അതും എനിക്ക് നല്ലത് ഇവിടെ നിന്ന് കിട്ടിയില്ല. എനിക്ക് തോന്നുന്നു ജയനഗറിലാണ് കുറച്ചും കൂടി ഷോർട്ട് കുർത്തയ്ക്കും നോർമൽ കുർത്തയ്ക്കും കളക്ഷൻ ഉള്ളത് തോന്നുന്നു. ഞാൻ തലേ ദിവസം അവിടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ എന്തോ കമ്പാരിറ്റീവ്ലി ഒരു 100-150 രൂപ റേറ്റ് കൂടുതലാണ് പെർ പീസിന്. അതുപോലെ തന്നെ കളക്ഷനും വളരെ കുറവായിട്ട് തോന്നി. പിന്നെ ഒരു കാര്യം എന്താണെന്നറിയോ, ഈ സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കുറേ വണ്ടികൾ കൂട്ടും. അതിൻ്റെ ഹോൺ അടിക്കല സൗണ്ടും മൊത്തത്തിൽ എനിക്ക് എന്തോ ഭയങ്കര ഇറിറ്റേഷനായിരുന്നു. എനിക്ക് അത്രയ്ക്ക് ഈ ഒരു സ്ട്രീറ്റ് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ എന്തോ സ്വീറ്റ്സോ പൊക്കാവടയോ അങ്ങനെ എന്തോ കഴിച്ചിട്ടുണ്ടായിരുന്നു. പൊക്കാവട ഞാൻ കഴിച്ചില്ല, സ്വീറ്റ്സാണ് ഞാൻ കഴിച്ചത്. അത് മൈസൂർ പാർക്കായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫുൾ ട്രാഫിക്കാണ് കേട്ടോ. മൺഡേ ആണ്. ഫുൾ ട്രാഫിക്കായിരുന്നു. ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ. നമ്മുടെ കാറ് പാർക്ക് ചെയ്തോടത്തുനിന്ന് കൃഷ്ണേട്ടനെ കൊണ്ടുവരാൻ തന്നെ ഒരു 1 ഹവറിൻ്റെ മേലെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും ട്രാഫിക്കും ബ്ലോക്കായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു സ്വീറ്റ്സാണ് കഴിച്ചത് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു നല്ല ഷോപ്പിൽ നിന്നാണ് കേട്ടോ സ്വീറ്റ്സ് കഴിച്ചത്. മൈസൂർ പാർക്കായിരുന്നു. ഞാൻ അങ്ങനെ സ്വീറ്റ്സ് കഴിക്കാറില്ല, പക്ഷേ ഇവിടുത്തെ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ എന്ന് ഓർത്ത് കഴിച്ചതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, എനിക്കിഷ്ടമായി. ഞാൻ ആർക്കും കൊടുത്തില്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെ കഴിച്ചു. ഞാനും അച്ഛനും ഇങ്ങനെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയും ദിൽനേച്ചിയും കൂടിയിട്ട് എന്തൊക്കെയോ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മാക്സി മേടിക്കാനൊക്കെ ആയിട്ട് അമ്മ മാക്സിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടില്ല കേട്ടോ. നമ്മൾ കൃഷ്ണേട്ടനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം കൃഷ്ണേട്ടൻ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് കാർ എടുക്കാൻ പോയേക്കാണ്. പക്ഷെ ഒരു 1 ഹവറിന് മേലെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നത്. ഭയങ്കര ബ്ലോക്കായിരുന്നു. എനിക്കിങ്ങനെ കുറച്ചിങ്ങനെ തലയ്ക്ക് മത്ത് പിടിച്ചപ്പോൾ ഞാൻ വേണോ എന്ന് ചോദിക്കേണ്ടതാണ് നിങ്ങൾ കാണുന്നത്. അപ്പം ഞാൻ അത് അച്ഛന് കൊടുത്തു. അച്ഛൻ കഴിച്ചു കേട്ടോ. പിന്നെ നമ്മളിത് കൃഷ്ണേട്ടനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇരിക്കാനൊന്നും സ്ഥലം കിട്ടിയില്ല. അവിടെ കുറേ കഴിഞ്ഞപ്പോഴാണ് നമ്മളൊരു ഷോപ്പിൻ്റെ പോയിട്ട് ഫ്രണ്ടിലിരുന്നത്. യെസ്, അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യാനായിട്ട് നല്ല ബോറടിക്കുന്നുണ്ടായിരുന്നു. കാരണം കാലൊക്കെ ഇങ്ങനെ വേദനിക്കാനായിട്ട് കുറേ ദൂരം ഇങ്ങനെ നടന്നിട്ട്. പിന്നെ കൃഷ്ണേട്ടൻ വന്നു, നമ്മൾ കാറിൽ കയറി. ഇനി നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ പോയത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൻ്റെ അടുത്തുള്ള ഒരു കേരള റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. ഇതിൻ്റെ സ്ട്രീറ്റിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. എന്തായാലും കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൻ്റെ അടുത്താണ്. കേരള റെസ്റ്റോറൻ്റ് ആണ്. കൃഷ്ണേട്ടനെ അറിയുന്ന ഒരാളാണെന്നാണ് കേട്ടോ പറഞ്ഞത്. കൈപ്പുണ്യം റെസ്റ്റോറൻറ്റ്. യെസ്, കൈപ്പുണ്യം റെസ്റ്റോറൻറ്റ് എന്നാണ് കേട്ടോ പേര്. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ എത്തിയപ്പോൾ സമയം ഒരു 4 മണിയാണ്. അത് കാരണമാണ് കേട്ടോ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത്. ഉച്ചയ്ക്കൊക്കെ ഭയങ്കര തിരക്കായിരുന്നു എന്നാണ് പറഞ്ഞത്. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ നോർമൽ മീൽസാണ് ഞാൻ പറഞ്ഞത്. അച്ഛനും അത് തന്നെയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ദിൽനേച്ചും അത് തന്നെയാണ് പറഞ്ഞത് കേട്ടോ. അമ്മ ഫിഷിൻ്റെ ചട്ടിച്ചോറാണ് പറഞ്ഞത്. കൃഷ്ണേട്ടൻ ബീഫിൻ്റെ ചട്ടിച്ചോറ് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ എക്സ്ട്രാ ചെമ്മീൻ്റെ ഒരു തേങ്ങാപ്പാലിലൊരു കറിയും അതുപോലെ തന്നെ നെയ്മീനോ കരിമീൻ്റെ ഒക്കെ എന്തോ ഒരു പൊള്ളിച്ചതും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ കുറേ നേരം നമ്മൾ എന്തൊക്കെയോ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പിമ്പിളാണ് നോക്കണത് കേട്ടോ. പിമ്പിൾ ഇങ്ങനെ ചെറുതായിട്ട് വലുതായി വരുന്നുണ്ട്. എന്താണാവോ. അപ്പോഴേക്കും എന്താ കൃഷ്ണേട്ടൻ്റെ ചട്ടിച്ചോറ് എത്തിയിട്ടുണ്ടായിരുന്നു. ചോറും ചമ്മന്തിയും ബീഫിൻ്റെ റോസ്റ്റും ബീഫ് കറിയും പുളിശ്ശേരിയും സാമ്പാറും ചീരുപ്പേരിയും പപ്പടും. മീൽസിൽ എന്തൊക്കെ കറിയുണ്ടോ അതൊക്കെ കറിയുണ്ട് അതിൽ. പിന്നെ എക്സ്ട്രാ ബീഫിൻ്റെ 2-3 കറി ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് കേട്ടോ. മീൽസ് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാമ്പാറൊക്കെ നമ്മുടെ നാട്ടിലെ സാമ്പാർ കേട്ടോ, അതായത് സദ്യക്കൊക്കെ കിട്ടുന്ന സാമ്പാറില്ലേ, അതേ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ബാംഗ്ലൂർ വന്നിട്ട് ഞാൻ അങ്ങനെ ഫുഡ് വളരെ കുറവാണ് കേട്ടോ കഴിച്ചത്. പക്ഷേ ഇത് നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് കരിമീനോ നെയ്മീനോ പൊള്ളിച്ചത് കേട്ടോ. വാഴയിലാണ് പൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലെ ഫുഡ് എന്ത് ടേസ്റ്റാണെന്ന് അറിയാം. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല സ്പൈസിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ മസാലയൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിച്ച് കഴിഞ്ഞു. പിന്നെ നമ്മൾ കുറേ നേരം ഇരുന്ന് സംസാരിച്ച് ഒരു മണിക്കൂറൊക്കെ അവിടെ ഇരുന്നു കേട്ടോ നമ്മൾ. അതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പം എനിക്ക് ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് ഈ ഡ്രസ്സിൽ. നല്ല കംഫർട്ടാണ്. നല്ല ഫ്രീ ആയിട്ട് കിടക്കുന്ന ഡ്രസ്സാണ് കേട്ടോ. ഫുൾ ഇങ്ങനെ എയറൊക്കെ കിട്ടുന്ന ഒരു ഡ്രസ്സാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ
പോക്കറ്റാണ് ഇതിൻ്റെ മെയിൻ സംഭവം. അതിനുശേഷം നമ്മൾ ഇതാ ഊബറിൽ കയറി. ഇനി നമ്മൾ പോണത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലോട്ടാണ്. അടുത്ത മാർക്കറ്റിലേക്ക് പോവുകയാണ് നമ്മൾ ഫുൾ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ബാംഗ്ലൂർ വന്നേ തോന്നുന്നുണ്ട്. കുറേ മാർക്കറ്റിൽ പോയി. ഊബറിലാണ് കേട്ടോ പോണത്. അപ്പോൾ അടുത്തൊരു ചേട്ടനുണ്ട്. സോ അത് ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എന്നെ നോക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഞാനിങ്ങനെ ആക്ഷൻ കാണിച്ചത് കണ്ണുകൊണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ ഊബറൊക്കെ വിളിച്ച് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലെത്തി. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി ജയനഗറിനെക്കാട്ടും എക്സ്പെൻസീവായിട്ട് എനിക്ക് തോന്നി. പിന്നെ സൈലൻ്റ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ്. അപ്പോൾ ഞാൻ ദിൽനേച്ചർ ചോദിച്ചപ്പോൾ ദിൽനേച്ചർ പറഞ്ഞത് സാധാരണ ഇങ്ങനെയല്ല, നല്ല തിരക്കുണ്ടാവാറുണ്ട്, ഇന്ന് എന്താണോ ഇങ്ങനെ തിരക്കുള്ളതെന്ന് അറിയില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ നമ്മളൊരു ഷോപ്പിൽ കയറി. ഇങ്ങനത്തെ ഗോൾഡ് കളറിങ് ഉള്ള ഹൂപ്സും അതുപോലെ തന്നെ വളയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ കമ്മൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, പക്ഷേ ഇതിൻ്റെ റേറ്റ് കണ്ടപ്പോൾ ഞാൻ അവിടെ തന്നെ വെച്ചു. ബെറ്റർ ഓപ്ഷൻ നമുക്ക് ഗുരുവായൂർ 5 രൂപ കടയിൽ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതുപോലെ വള നോക്കി, സിൽവറിൻ്റെയും ഗോൾഡിലുള്ളത്. നമ്മളിങ്ങനെ എന്താ പറയുക, ബാർഗിൻ ചെയ്ത് അത്യാവശ്യം നല്ല റേറ്റ് കുറവ് മേടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇവർ നല്ല റേറ്റാണ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ അധികം ഷോപ്പിംഗ് ഒന്നും ചെയ്തില്ല കേട്ടോ. കുറേയൊക്കെ നടന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ മെട്രോയിൽ കയറി തിരിച്ച് റിട്ടേൺ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോഴേക്കും ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും അമ്മയും ദിൽനേച്ചും മാത്രമാണ് കേട്ടോ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലോട്ട് പോയത്. അച്ഛനും കൃഷ്ണേട്ടനും റിട്ടേൺ വീട്ടിലേക്ക് പോയി കേട്ടോ. അവർക്ക് കളരി ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ റിട്ടേൺ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഫൈനലി നമ്മൾ മെട്രോയിൽ കയറാൻ വേണ്ടിയിട്ട് പോവാണ്. കുറേ ആയിട്ടോ മെട്രോയിൽ കയറിയിട്ട്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ടൈം ഞാൻ ദുബായിൽ പോയപ്പോഴാണ് മെട്രോയിൽ കയറിയത്, ഒരു 2 years ബാക്ക്. അപ്പോൾ ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു മെട്രോയിൽ കയറാനായിട്ട്. പക്ഷേ എൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ പോയി. മെട്രോയിൽ ഒടുക്കത്തെ തിരക്കായിരുന്നു. കാരണം വർക്ക് കഴിഞ്ഞ് റിട്ടേൺ വീട്ടിലേക്ക് പോകുന്ന ടൈം ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ മെട്രോയിൽ. അമ്മ കുറേ ആയിട്ടോ കയറിയിട്ട്. അമ്മ ലാസ്റ്റ് തോന്നുന്നു ബോംബെയിൽ പോയ സമയത്താണ് അമ്മ കയറിയത്, ഒരു 4 years ബാക്ക്. പക്ഷെ അമ്മയ്ക്കും വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നല്ല തിരക്കാണ്, നമുക്ക് നിൽക്കാനും തിരിയാനും ഒന്നും സ്ഥലമില്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത് കേട്ടോ. അതുവരെ നമ്മൾ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് സ്ഥലമൊന്നും അറിയാത്തതുകൊണ്ട് എവിടെ ഇറങ്ങണം എന്നൊന്നും അറിയില്ല. പിന്നെ ദിൽനേച്ചുള്ള കാരണം നമ്മൾ അങ്ങനെ എത്തി. പിന്നെ അവിടെ നിന്ന് നമ്മൾ മെട്രോയിലൊക്കെ ഇറങ്ങി ഊബർ ഓട്ടോ വിളിച്ച് വീണ്ടും നമ്മൾ റിട്ടേൺ വീട്ടിലേക്ക് പോയിട്ട് വീട്ടിൽ പോയി. പിന്നെ നമ്മൾ ഫ്രഷായി. ഡിന്നർ അധികം കഴിച്ചില്ല കേട്ടോ, കാരണം വയറ് ഫുള്ളായിരുന്നു. പിന്നെ നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്തു. കുറച്ചധികം സാധനങ്ങൾ നമ്മൾ ജയനഗർ സ്ട്രീറ്റ് കാണാൻ പോയപ്പോൾ ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്തു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന്. പിന്നെ നമ്മളിതാ ബസ്സിൽ കയറാൻ പോവാണ് കേട്ടോ. റിട്ടേൺ വീട്ടിലേക്ക് വരാൻ പോവാണ്. കേരള ലൈൻസ് എന്ന് പറഞ്ഞ ബസ്സായിരുന്നു. ഒരു രക്ഷയില്ല, അടിപൊളി ബസ്സായിരുന്നു കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് വന്ന ബസ്സിനെ കമ്പാരിറ്റീവ്ലി വെച്ച് നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ് ഈ ഒരു ബസ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. പിന്നെ ബസ്സിൽ കയറുന്ന മുന്നായിട്ട് ഞാൻ ഒന്ന് ഫ്രഷായി, ഫേസൊക്കെ വാഷ് ചെയ്ത് ടോയ്ലറ്റിലൊക്കെ പോയി. കാരണം ബസ് എപ്പോഴാണ് നിർത്താമെന്നൊന്നും അറിയില്ലല്ലോ. ടോയ്ലറ്റിലൊക്കെ പോയി. പിന്നെ ബസ്സിൻ്റെ ഉള്ളിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, നല്ല ക്ലീൻ ആയിരുന്നു കേട്ടോ. നിങ്ങൾ ബാംഗ്ലൂരൊക്കെ വരാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ബസ്സിലാണ് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കേരള ലൈൻസിൽ പോവാം, അടിപൊളിയാണ്. നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു ബോട്ടിൽ വെള്ളമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മൾ അപ്പർ ബർത്താണ് സീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അച്ഛൻ നമ്മുടെ അടുത്തായിരുന്നില്ല, അച്ഛൻ ഫ്രണ്ടിലായിരുന്നു. പിന്നെ ഒരു വെള്ളം കുപ്പിയുടെ സ്റ്റാൻഡ്, വെള്ളം കുപ്പി, ഫോൺ ചാർജർ, കേബിൾ, അതുപോലെ തന്നെ ഫോൺ ചാർജ് സ്റ്റാൻഡ്, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ലൈറ്റ്, സ്വിച്ച്, നമുക്ക് ബാഗ് വയ്ക്കാനുള്ളൊരു സ്പേസ്. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു ബസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ വന്ന ബസ് ഓറഞ്ച് ട്രാവൽസോ അങ്ങനെ എന്തോ ഒരു ബസ്സായിരുന്നു. അതിൽ പറഞ്ഞല്ലോ മൂട്ടശല്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് കാറിൽ ഇരുന്ന് ഉറങ്ങി കേട്ടോ. അതാണ് എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്. ഒരു 1 hour ഒരു ട്രാവലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കിടന്ന് ഉറങ്ങിയ കാരണം കേട്ടോ മുഖം. പിന്നെ എൻ്റെ കയ്യിൽ ചെറുനാരങ്ങ ഉണ്ട്, എനിക്ക് ചെറുതായിട്ട് ഛർദ്ദിക്കാൻ വരുന്നുണ്ട്. സോ അതും കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ബസ്സായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കൃഷ്ണേട്ടനോടും ദിനേശോടൊക്കെ യാത്ര പറഞ്ഞ് നാട്ടിൽ വരുമ്പോൾ കാണാമെന്നൊക്കെ പറഞ്ഞ് ബൈ പറഞ്ഞ് നമ്മൾ ബസ്സിൽ കയറി. കട്ടനൊക്കെ ഇട്ട് ഞാൻ സെറ്റായി കേട്ടോ. ഉറങ്ങാനുള്ള പ്ലാനാണ്. അച്ഛൻ എന്താ കണ്ടോ, അച്ഛൻ നമ്മുടെ ഫ്രണ്ടിലാണുള്ളത്. സീറ്റ് അങ്ങനെയാണ് കേട്ടോ അച്ഛനെ ബുക്ക് ചെയ്തേക്കുന്നത്. എന്തായാലും അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ ബാംഗ്ലൂർ യാത്ര രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഫുൾ ഷോപ്പിംഗ് ആയിരുന്നു, കൊള്ളായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. ഇതിന് മുന്നേ ഞാനൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ട്, ബാംഗ്ലൂർ Day 1 വ്ളോഗ്. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ എൻ്റെ ചാനലിലുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ഒരു വ്ളോഗ് എടുത്തിട്ടുണ്ട്, അതും എൻ്റെ ചാനലിലുണ്ട് കേട്ടോ. യെസ്, അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ, ലവ് യു ഓൾ.